ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതേ രേവതിക്കുട്ടിയോട് പറഞ്ഞതുപോലെ തന്നെ അലീന മുത്തശ്ശിയുടെ ഫോൺ എടുത്ത് രോഹീനെ വിളിച്ചു. ഹലോ എന്നും പറഞ്ഞ് അങ്ങ് ഫോൺ അങ്ങ് എടുത്തതും നമ്മുടെ അലീന ഭയങ്കര കലിപ്പിലാട്ടോ. ഞാൻ അലീനയാണെന്നങ്ങ് പറഞ്ഞു. ഫോൺ വച്ചിട്ട് പോടി പുല്ലേ, നീ എന്നെ ഫോണിൽ വിളിക്കുന്നു, നീ ആരാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രോഹിത് ദേഷ്യപ്പെടുമ്പം രോഹിത് ഫോൺ കട്ട് ചെയ്യരുത്, കട്ട് ചെയ്താൽ നിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് നിന്റെ റൂമിൽ ഞാൻ കയറി വരുമെന്ന് പറഞ്ഞു. അപ്പം നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കയറി വാടി എന്നും പറഞ്ഞു അലീനയെ വെല്ലു വിളിക്കുന്നു. അപ്പോൾ വരുമെന്ന് അലീന പറഞ്ഞാൽ വരും രോഹിത്തെ എന്ന് അലീന രോഹിയോട് പറഞ്ഞു. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും മോന് നല്ലതെന്നും പറഞ്ഞു. അപ്പം നിനക്ക് എന്നാകോപ്പാടി എന്നോട് പറയാനുള്ളതെന്ന് രോഹിത് ചോദിക്കുമ്പോൾ നീ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കടാന്ന് പറഞ്ഞു. ദേ, നീ രക്ഷപ്പെട്ടു എന്നാണോ നിന്റെ വിചാരമെന്ന് അലീന ചോദിച്ചു. എനിക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം, അന്നും നീയും ഹരിയും കൂടി എന്നോട് ചെയ്തത് എന്താണെന്ന്. അപ്പോഴേക്ക് രോഹി ഒരു പൊടിക്ക് ഒതുങ്ങി കേട്ടോ, പേടിയായി. പിന്നെ നീ വിചാരിച്ചോ ഒരു തവണ പോലീസിനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തിരുത്തി പറയാൻ പറ്റില്ല എന്ന് വല്ലതും? അപ്പം നീ അങ്ങോട്ട് ചെന്ന് പറയടി എന്നും പറഞ്ഞു രോഹിത്. അപ്പം പറയും, ആദ്യം ഇവിടെ പറയൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രോഹിത്തിന്റെ ചങ്ക ഒന്നുകൂടി ഇടിച്ചു. ഇനിയിപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ അറിഞ്ഞോളൂ അച്ഛൻ. അപ്പോൾ ദേ, ഇന്ന് അത്താഴ നേരത്ത് ഊണുമേശയിൽ എല്ലാവരും ഒത്തുകൂടുന്ന നേരത്ത് ഞാനത് പറയുമെന്ന് അലീന രോഹിത്തിന് താക്കീത് കൊടുക്കുക. മനുവേട്ടനോട് ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ രോഹിത്തിന്റെ ചങ്കിടിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട പലരോടും ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം നീ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയടി, മൈതാനത്ത് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്തു പറയടി, എനിക്ക് പുല്ലാണെന്നൊക്കെ രോഹിത് ഇങ്ങനെ അലീനയോട് പറയണു. ഓക്കെ, ആയിക്കോട്ടെ, നിനക്ക് നന്നാവാൻ ഒരു ചാൻസ് ഞാൻ നേരത്തെ തന്നു, നീ അത് അവഗണിച്ച് കളഞ്ഞു. രണ്ടാമതൊരു ചാൻസ് തരാൻ വേണ്ടിയിട്ടാണ് പോലീസിനോട് സത്യം പറയാതിരുന്നത്. എന്നിട്ടും നീ നന്നാവാൻ നോക്കുമല്ല, എന്നെ ഭീഷണിപ്പെടുത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ, നിന്നെ ഭീഷണിപ്പെടുത്തുക തന്നെയാ. എന്നെ നന്നാക്കിയിട്ട് നീ ഈ വീട്ടിൽ സുഖമായിട്ട് കഴിയാന്ന് കരുതണ്ടടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാൻ നിന്നോട് പറയുക, ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ അവസാനിപ്പിക്കണം. ദേ, നിന്നെ അവൻ ജയിലിൽ കയറ്റിയേ അടങ്ങത്തുള്ളൂ. ദേ, ഇവിടെ ഞാനായതുകൊണ്ടാ നീ ഇപ്പം മാന്യനായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നതെന്ന കാര്യം അലീന രോഹിത്തിനോട് പറയണം. ഇതൊന്നും രോഹിത്തിന് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ, വീണ്ടും വിചാരം ഉണ്ടെങ്കിൽ, ഇതുവരെ സംഭവിച്ചതെല്ലാം മറന്ന് നിന്നോട് ഞാൻ ക്ഷമിക്കാമെന്ന് പറയുമ്പം നിന്റെ ക്ഷമ ആർക്ക് വേണടി എന്ന് രോഹിത് അന്നേരം ചോദിക്കാം. ദേ, നിന്റെ ക്ഷമയെ ഏതെങ്കിലും പട്ടിക്ക് കൊണ്ട് കൊടുക്കടി, എനിക്ക് നിന്റെ ക്ഷമയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അത് ശരി, അപ്പം മാറാൻ നിനക്ക് മനസ്സില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇല്ലാന്ന് ഇവൻ തറപ്പിച്ചങ്ങ് പറഞ്ഞു. എന്നാൽ ഇത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളാൻ അലീന രോഹിത്തിനോട് പറയാം. ഇന്ന് രാത്രി 9 മണിക്ക് മുൻപ് എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ കൊണ്ട് തന്ന് എന്നോട് ക്ഷമ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഊണുമുറിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഡൈനിങ് ടേബിളിൽ വെച്ച് നീ എനിക്കട്ടെ എന്നെ ഉണ്ടാക്കുമെന്ന് ആടിയെന്ന് ചോദിച്ചു. നീയും ഹരിയും കൂടി ജ്യൂസിലും മയക്കുമരുന്ന് കലർത്തി തന്ന് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് നിന്റെ അച്ഛനോടും അമ്മയോടും നിന്റെ അനിയത്തിമാരോടും മുത്തശ്ശിയോടും ഞാൻ പറയുമെന്ന് അലീന പറയുമ്പോൾ ഇവനാണെങ്കിലും നിന്ന് കിളിയിലാ വിറയ്ക്കാനും തുടങ്ങി. പേടിച്ച് വിറച്ച ഒരു രക്ഷയില്ല. ആ കാര്യത്തിൽ നിനക്ക് ഓരോ സംശയം വേണ്ട, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇവനാണെങ്കിൽ ഫോണും വലിച്ചെറിഞ്ഞിട്ട് മുറി കൂടെ തെക്കു പടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല. അലീന അന്നേരത്തേനും അലീനയുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കളയിൽ കൂടെ നടക്കുന്നു. ഈ സമയത്ത് രോഹിത് വരുന്ന തന്നെ ഹരിയെ ഫോണിൽ വിളിച്ചു. ഹരി ഫോൺ എടുക്കുന്നില്ല. രോഹിത്തിന് ഭയങ്കര ടെൻഷൻ. രോഹിത് എന്നിട്ട് മുകളിൽ നിന്ന് ആ താഴേക്കൊക്കെ വന്ന് നോക്കും, അലീന അവിടെ എന്ത് ചെയ്യുവാണ്, എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നോ എന്നൊക്കെയുള്ള ആ ഒരു ഇതിൽ. ഈ സമയത്ത് നമ്മുടെ അലീനയുടെ അടുത്തേക്ക് ഇവൻ അതൊക്കെ നടന്നു വന്നു. കാരണം ഇവന് വരാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ, അതുകൊണ്ട് ഇവൻ അലീനയുടെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് നിന്റെ ഫോണിൻ്റെ കാര്യം പറയാൻ വന്നതാ എന്ന് പറയുമ്പോൾ പറഞ്ഞോളാൻ പറഞ്ഞു അലീന. അത് പിന്നെ ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഫോൺ അന്ന് ഹരി എടുത്തുകൊണ്ട് പോയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോയി എന്ന് എനിക്ക് മനസ്സിലായി. അത് എവിടെയാണെന്ന് ചോദിച്ചു അന്നേരം അലീന. ഹരി അത് പുഴയിലോട്ട് എറിഞ്ഞു കളഞ്ഞു എന്ന് രോഹിത് അലീനയോട് പറയുമോ. അന്നേരത്തേക്കും അലീന അയ്യോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ. സത്യമാണോ നീ പറയുന്നതെന്ന് അലീന ചോദിക്കുമ്പം ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് പറഞ്ഞതെന്ന് ഹരി പറഞ്ഞു. ആ ഫോണിൻ്റെ വില നിനക്കറിയില്ല, അതൊരു പുണ്യവസ്തു പോലെയാണ് ഞാൻ സൂക്ഷിച്ചത് എന്നൊക്കെ പറയുമ്പം അതുപോലെ വേറെ എണ്ണം വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു രോഹിത്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നീ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി നിന്നോട് പറയുക, ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇനിയും തുടർന്നു പോയാൽ പോലീസിന്റെ ഇടി കൊള്ളേണ്ടി വരും നിനക്ക്, ജയിലിൽ കിടക്കേണ്ടി വരും നിനക്കെന്ന് അലീന പറയുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം, വേറൊന്നും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ, ഉണ്ടോ? എന്നോട് കാണിച്ച അങ്ങേയറ്റത്തെ ദുഷ്ടപ്രവർത്തിക്ക് എൻ്റെ അടുത്ത് ഒരു സോറി പറയുമ്പോൾ നിനക്ക് തോന്നുന്നില്ലേടാന്നു അലീന രോഹിത്തിനോട് ചോദിക്കുക. അപ്പം നിർബന്ധമാണ് പറയാവുന്ന രോഹിത്ത്. വേണ്ട,
കുറ്റബോധവും സങ്കടവും അശേഷവും ഇല്ലാത്ത സോറി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അലീന പറഞ്ഞ ആ ഒരു ഒറ്റ വാക്കിൽ 4 കാലും പറിച്ച് അലീനയുടെ കാൽച്ചൂടിൽ ചെന്നു രോഹിത്. അത്രയും പറഞ്ഞു നിൽക്കുന്ന അലീനയുടെ മുന്നിൽ നിന്ന് ഇവൻ അങ്ങ് കയറിപ്പോയി. പക്ഷെ നീ പറയേണ്ടി വരും മോനെ എന്ന് അലീന രോഹിത്തിനെ വെല്ലുവിളിക്കുക കേട്ടോ. അവസാനം എൻ്റെ മുന്നിൽ മുട്ടുകുത്തി കാല് പിടിച്ച് നീ യാചിക്കും, എന്നോട് ക്ഷമിക്കണേ ചേച്ചി എന്ന് നീ പറഞ്ഞിരിക്കുമെന്ന് അലീന രോഹിത്തിനെ വെല്ലുവിളിക്കുമ്പോൾ രോഹിത്ത് തിരിഞ്ഞു നിന്നിങ്ങനെ അലീനയെ നോക്കുക. അങ്ങനെ ഒരു ദിവസം എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെയും നിൻ്റെയും ആയുസിൻ്റെ പുസ്തകത്തിലെന്നും അലീന ഇവനോട് പറഞ്ഞു. ആ ദിവസം കടക്കാതെ ഞാനും നീയും ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല എന്നും അലീന രോഹിത്തിനോട് പറയാം. അപ്പം രോഹിത്ത് ഒന്ന് ചിരിച്ചു കളിയാക്കി. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ട് അലീനയെ പറ്റി ആലോചിച്ച് ഇവനിങ്ങനെ പോകും അലീന പറഞ്ഞതിനെ പറ്റി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ മനുശങ്കർ വീട്ടിലേക്ക് വരുന്നു. പെൺമക്കൾ 2 പേരും കൂടെ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി. ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞ് മനുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ കൃഷ്ണ ചെല്ലുക. അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു തിരിച്ചു. അതുപോലെ തന്നെ മനുശങ്കർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ ഞാൻ ബബി മോൾ എന്ന് വിളിക്കും. അപ്പോൾ വിളിച്ചോ എനിക്കതാ ഇഷ്ടമെന്ന് ബബിത. ലേറ്റ് ആയില്ലേ അടി ചോദിച്ചപ്പം എന്ന് ലേറ്റ് അല്ലേ എന്നാൽ പിന്നെ ഞങ്ങൾ ചെല്ല് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ ബാലൻ അവിടെ പത്രവായനയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് വന്നു. ആഹാ നീ ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോന്നോ? അല്ല ഞാൻ നേരത്തെ എന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കുമ്പോൾ രോഹിത് ഇറങ്ങി വരുന്ന മനു കാണുവാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ നോട്ടവും ആ ഒരു ഇതും നമ്മുടെ ബാലൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. മനുവിനെ കണ്ടപ്പോഴത്തേക്ക് രോഹിത്തിന് ടെൻഷനായി. രോഹിത്തിന് ഭയങ്കര ഒരു വെപ്രാളം പോലെ. എന്നിട്ട് ഇവൻ ഭയങ്കര ടെൻഷനാണെങ്കിൽ പോലും ധൈര്യമൊക്കെ സംഭരിച്ച് പതുക്കെ മന്ദം ഇറങ്ങി വരുമോ. ഇതെല്ലാം നമ്മുടെ ബാലൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. മനു വന്നിങ്ങനെ ഇവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവൻ അച്ഛൻ ഇരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഇവനൊന്നും അല്ലാത്തതുപോലെ ഇറങ്ങി പോകാനായിട്ട് നോക്കുക ഈ രോഹിത്ത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുന്നു. ആ സമയത്ത് മനു ഇവനെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. മോനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ നോക്കുന്നുണ്ട്. ദൈവമേ എന്താകും. അപ്പം അച്ഛനാണെങ്കിൽ പത്രത്തിലേക്ക് നോക്കുന്നു, ഇവരെ നോക്കുന്നു. ഇവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ മനു അവൻ്റെ വഴി തടഞ്ഞിട്ടാണ് അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പം നിന്നെ ഒന്ന് കാണണമായിരുന്നു എന്ന് മനു പറയുമ്പോൾ കാണാലോ ഇപ്പോൾ എന്ന് രോഹിത്ത്. അപ്പം ഈ സംസാര ശൈലിയൊക്കെ നമ്മുടെ ബാലൻ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുകയാണ്. ഇങ്ങനെയല്ല കുറച്ച് വിശദമായിട്ട് എനിക്ക് കാണണമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് കോളേജിൽ പോകണം എന്ന് രോഹിത്ത് പേടിച്ച് പതർച്ചയോടുകൂടി സംസാരിക്കാം. അപ്പോഴേക്കും ബാലൻ ഏതാണ്ട് നല്ലതുപോലെ കത്തി. ബാലൻ ഇങ്ങനെ എന്നിട്ട് ഇവരെ ശരിക്കും ശ്രദ്ധിക്കാം. പൊക്കോ എന്നും പറഞ്ഞ് ബാലൻ്റെ മുന്നിൽ വെച്ചു മനു രോഹിത്തിനെ പറഞ്ഞു വിടുന്നു. രോഹിത്ത് എന്നിട്ട് പോയി തിരിഞ്ഞു നോക്കി പോവാം. മനു ഇവനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കണ്ണെടുക്കാതെ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് രോഹിത്ത് മനുവിനെ ഇങ്ങനെ നോക്കുമ്പോൾ മനു അതേ നിപ്പ് ഇവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താണ് മനു പ്രശ്നം എന്ന് ബാലൻ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ലെങ്കിലേ അപ്പം എന്തോന്നും ഉണ്ടല്ലോടാ എന്ന് ബാലൻ മനുവിനോട് പറയുമ്പോൾ അവൻ എന്നെ കണ്ടിട്ടൊരു റെസ്പെക്റ്റ് ഇല്ല അങ്കിളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറും ഒരു പൊട്ടനാണെന്ന് വിചാരിക്കല്ലേ മനു എന്ന് ബാലൻ ഇങ്ങനെ മനുവിനോട് പറയുമ്പം മനു ഇങ്ങനെ ബാലനെ ഒന്ന് നോക്കി. എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ പലതും കാണുന്നു പലതും കേൾക്കുന്നു എന്ന് ബാലൻ പറയുമ്പോൾ മനു വീണ്ടും ബാലനെ ഒന്ന് നോക്കി. അപ്പോഴാണ് മുതൽ ഒരുങ്ങി കെട്ടി ഇറങ്ങി വരുന്നത് ബാങ്കിൽ പോകാനായിട്ട്. മനുവിനെ കണ്ടപ്പോഴേക്കും വലിയ ജാട എടുത്ത് മനു നീ എന്നെ ഈ വഴിയൊക്കെ എന്ന് ചോദിച്ചു. ആൻറ്റി ബാങ്കിലോട്ട് പോകാനുള്ള തിരക്കാണോ എന്ന് ചോദിച്ചപ്പം അതെ അലീന എന്ന് പറഞ്ഞ് വിളിച്ചു. എന്തോ ചായ കിട്ടിയില്ല അതാ വരുന്നേ എന്നും പറഞ്ഞ് അലീന അകത്തുനിന്നും വിളിച്ചു പറഞ്ഞു. അതിനെ പിറ്റേ ദിവസം തന്നെ അടുക്കളയിൽ കയറ്റിയതിൻ്റെ ആ ഇതൊക്കെ കണ്ടും കേട്ട് നിൽക്കുകയാണ് നമ്മുടെ മനു. അപ്പോൾ അലീന കൊണ്ടുവന്ന് ചായ കൊടുത്തു. ജയന്തി ചായയൊക്കെ മേടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മനുവിനെ അലീന കണ്ടു. മനുവേട്ടോ ചായ തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നിന്നോട് എത്ര തവണ പറഞ്ഞു മനുവിനെ സാറെന്ന് വിളിക്കാൻ? മനുവേട്ടൻ നിന്നെ കൊഞ്ചിച്ച് വളർത്തിയ ആളല്ലേ അടിയെന്ന് വെച്ചാലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ മേഡത്തിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി ഞാനാണ് അലീനയോട് പറഞ്ഞത് എന്നെ മനുവേട്ടാന്ന് വിളിച്ചാൽ മതിയെന്ന്. അവൾ എന്നെ ഈ സാർ എന്ന് വിളിച്ചപ്പോൾ എനിക്കതങ്ങ് ബോറായിട്ട് തോന്നിയെന്ന് മനു പറയുക. തന്നെത്താൻ തരം താഴുന്നവരോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്ന് ജയന്തി പറയാം. ഇത് കേട്ടപ്പോൾ മനു ഇങ്ങനെ അലീനയെ നോക്കി. അലീന ഇങ്ങനെ വിഷമിച്ച് തല കുരിച്ച് നേരം നിൽക്കുക കേട്ടോ. ഇതൊക്കെ ബാലനും അപ്പുറം നിന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യല്ലേ. അലീന ഒന്നും മിണ്ടിയില്ല. അലീന അടുക്കളയിലേക്ക് കയറിപ്പോയിട്ടോ. അലീന അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ചായയൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുക. അലീന കൊടുക്കണ ചായ കുടിക്കാം. വേറെ പ്രശ്നങ്ങളൊക്കെയാണ് പുള്ളിക്കാരിക്ക് ഉള്ളത്. പറയാം ആൻറ്റി അലീനയ്ക്ക് റെസ്റ്റ് വേണം. 2 ആഴ്ചത്തേക്കെങ്കിലും പണിയെടുപ്പിക്കലെന്ന് പറയുമ്പം അവൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് വൈജ. റെസ്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ ആൻറ്റി വിചാരിക്കുന്നത് പോലത്തെ പണിയെടുപ്പിക്കുക എന്നാണോ എന്ന് മനു അന്നേരം ഈ വൈജയോട് ചോദിച്ചു. ഇതൊക്കെ കേട്ട് ബാലൻ ഇങ്ങനെ ഓരോ ന്യൂസും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക.
ഇവള് കംപ്ലൈൻറ്റ് ചെയ്തു നിൻ്റെ അടുത്ത് ഞാൻ പണി എടുപ്പിക്കുന്നു എന്ന്. ആൻറ്റി പണി കൊടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് മനു അന്നേരം പറഞ്ഞു. നീ ഇതിനാണോ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് അവളുടെ വക്കാലത്ത് പിടിക്കാൻ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അതേന്ന് പറഞ്ഞു. അലീനയെ കാണാനും അവൾക്ക് വേണ്ടി സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ നിനക്കെന്താ അവളോട് ഇത്ര അടുപ്പം? ഇവിടുത്തെ വേലക്കാരിയോട് അത് ആൻറ്റി മറന്നു പോകുന്നതാ. ഞാനാണ് അലീനയെ ഇവിടെ എത്തിച്ചത്. അവൾക്കൊരാപത്ത് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അവളുടെ ബൈസ്റ്റാൻഡറായിട്ട് നിന്നതും ഞാനായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഞാൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻറ്റിക്ക് അതിലിപ്പോൾ എന്താ ഇത്ര വിഷമമെന്ന് മനു അന്നേരം വൈജയോട് ചോദിച്ചു. ഞാൻ അവളെ അങ്ങ് പറഞ്ഞയച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു വൈജ. അപ്പോൾ എളുപ്പമായെന്ന് പറഞ്ഞു മനു. ബാലൻ ഇതെല്ലാം കേട്ടങ്ങനെ ഇരിക്കും ഒന്നും മിണ്ടാതെ. പറഞ്ഞയക്കുന്ന ദിവസം എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ കാറുമായിട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്ന് മനു പറയുന്നു. അപ്പം ഭയങ്കര ടെൻഷനായി ബാലന്. എന്താ ഇവനിങ്ങനെ എത്ര സ്ട്രോങ് ആയിട്ട് പറയാൻ? അപ്പം എങ്ങോട്ട് കൊണ്ടുപോകും നീ എന്ന് വൈജ ചോദിച്ചു. അത് ആൻറ്റി അറിയേണ്ട കാര്യമില്ല. ആൻറ്റിക്ക് വേണ്ടാതെ ഉപേക്ഷിക്കുന്ന ഒരു സംഗതി ആരെടുത്തു എന്ത് ചെയ്തു എന്ന് ആൻറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും മനു ഇങ്ങനെ പറയുക. ബാലനാണെന്നുണ്ടെങ്കിൽ തല പെരുക്കുന്നുണ്ട്. നീ എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കെന്തായി വട്ടുണ്ടോ എൻ്റെ സ്വന്തം ആൻറ്റിയോട് യുദ്ധം ചെയ്യാൻ? അപ്പം എനിക്കറിയാം മനു, എനിക്ക് മനസ്സിലാകുന്നുണ്ട് പലതും. ആൻറ്റിക്ക് കുറേയധികം തെറ്റിദ്ധാരണകളുണ്ട്, അതിലൊന്നാണ് കേട്ടോ ഇതെന്നും മനു അന്നേരം പറഞ്ഞു. ബാലനോട് പറയാനായിട്ട് ഓടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബാലൻ മൈൻഡ് പോലും ചെയ്തില്ല. പുള്ളിക്കാരി അകത്തേക്ക് കയറിപ്പോയി. ചെന്ന് വാതിലും കൊട്ടി അടച്ചു. അതുവരെ വൈജയ്ക്ക് മുഖം കൊടുക്കാതിരുന്ന നമ്മുടെ ബാലൻ പത്രം അവിടെ എടുത്തങ്ങ് വെച്ചിട്ട് ഇരുന്ന് ആലോചനയും തുടങ്ങി. അത് കഴിഞ്ഞ് മനുവിന് ചായയായിട്ട് അലീന വന്നു. ചായ കൊടുത്തു, താങ്ക്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ അവർ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ബാലൻ ഇവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്മയെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന ചെന്നു. അലീന ചെന്ന് കഴിഞ്ഞപ്പോൾ മനു വന്നിട്ടുണ്ടോ മോളെ എന്ന് ചോദിച്ചു. വന്നിട്ടുണ്ട്, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവൻ്റെ സ്വരമൊക്കെ ഞാൻ കേട്ടായിരുന്നു, എനിക്ക് തോന്നി അവനാണെന്ന്. അവൻ ഉടനെ എങ്ങാനും പോവുകടി മോനെ? മുത്തശ്ശിയെ കാണാണ്ട് പോവുമോ? കൊള്ളാം എന്ന് പറഞ്ഞ അലീന തൻ്റെ ബാഗിലുള്ളതൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ ഓരോന്നൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ ആ ഒരു മുത്തശ്ശിയുടെ മരുന്നും കാര്യങ്ങളും ഒക്കെ എടുത്തു കൊടുത്തു. അതിനുശേഷം അലീനയുടെ മരുന്ന് കഴിക്കാൻ മറന്നു പോയതുകൊണ്ട് താമസിച്ച് കഴിക്കാം. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, നീ മരുന്നൊന്നും കഴിച്ചില്ലായിരുന്നോടി ചോദിച്ചേ? ഞാൻ മറന്നുപോയി മുത്തശ്ശി. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ കൃത്യമായിട്ട് നീ ഓർക്കുമല്ലോ, നിന്റെ കാര്യം മാത്രം എന്താ നീ മറക്കുന്നേന്ന് ചോദിച്ചു മുത്തശ്ശി. അന്നേരം തല്ല് കൊള്ളാഞ്ഞിട്ടായിരിക്കും എന്ന് അലീന പറയുമ്പോൾ അത് തന്നെയാ ശരിയെന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണോ അങ്ങോട്ടേക്ക് മനു കയറി വരുന്നത്. മേക്കമ്മൻ എടാ മക്കളെ കയറി വാടാന്നും പറഞ്ഞു മുത്തശ്ശി. ഉയ്യോ എന്തൊരു ഫോർമാലിറ്റി ആണെന്ന് അലീന അന്നേരം ചോദിച്ചു. അപ്പോൾ സൗദാമിനി അമ്മേ, സൗദാമിനി, സൗദാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു നമ്മുടെ മനു. കേട്ടോടി ഇവൻ വിളിക്കുന്നേ, ഇവൻ്റെ ഇളയമ്മയെ വിളിക്കുന്ന പോലെ. മുത്തശ്ശി ആടാ ഞാൻ. മുത്തശ്ശി കൊഞ്ചിക്കല്ലേ മോൻ? അപ്പോൾ സൗ എന്നൊക്കെ പറഞ്ഞു മനു ഭയങ്കര കൊഞ്ചിക്കല്. നീ നിൻ്റെ ഇഷ്ടം പോലൊക്കെ വിളിയല്ലാണ്ട് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി അപ്പോൾ സന്തോഷിച്ച് കിടക്കുകയാണല്ലേ എന്ന് മനു ചോദിച്ചു. പോയിന്ന് കരുതി ആളെ തിരിച്ചു കിട്ടിയില്ലേന്ന് ചോദിച്ചു. ഇവള് തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നടാ, ഞാനേ മോളിൽ വിളിച്ചു പറഞ്ഞായിരുന്നു തിരിച്ച് തന്നേക്കണേന്ന്. അങ്ങനെ അത് പറഞ്ഞ് മുത്തശ്ശിയുടെ കണ്ണങ്ങ് നിറഞ്ഞു. അപ്പോഴേക്ക് അലീനയ്ക്ക് ഒത്തിരി സന്തോഷമായി. വഴിപാടും ഞാൻ നേർന്നിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയാം. ഇപ്പം എന്തായാലും സമാധാനമായില്ലേ മുത്തശ്ശിക്ക്? അന്നേരം മനു ചോദിക്കാട്ടോ. നമ്മളെ നോക്കാനും നമ്മളോട് സ്നേഹത്തോടെ വർത്താനം പറയാനും ആരും ഇല്ലെങ്കിലേ ഭയങ്കര ദുരിതമാടാ മോനെ ഈ വയസ്സാം കാലത്ത് എന്ന് പറഞ്ഞ മുത്തശ്ശിയോട്. അതൊക്കെ ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്, അലീനയ്ക്ക് റെസ്റ്റ് ചെയ്യേണ്ട സമയം ഇത്. അവൾക്ക് ആവശ്യത്തിന് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പൊന്നുമോളോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം മനുവേട്ടൻ എൻ്റെ സൈഡ് ചേർന്നൊന്നും സംസാരിക്കല്ലേ മനുവേട്ടാ, അത് കേൾക്കുമ്പോഴേ മേഡത്തിന് എന്നോട് ദേഷ്യം കൂടി വരികയുള്ളൂ എന്ന് പറഞ്ഞു അലീന. പിന്നെ ഞാൻ ആരുടെ സൈഡിൽ നിൽക്കണം? തെറ്റ് ചെയ്തവരുടെ സൈഡിൽ നിൽക്കണോ? അപ്പം എനിക്ക് വേണ്ടി പറഞ്ഞ ഒരു ഗുണവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അലീനയെ കൊണ്ട് ശരിക്കും പണിയെടുപ്പിക്കണം. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് സുഖിച്ചിട്ട് വന്നവളാ, 1 മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുത് എന്ന് മനുവേട്ടൻ മേഡത്തിനോടൊന്ന് പറഞ്ഞു നോക്ക്, അപ്പോൾ എനിക്ക് കുറച്ചൊരു ഇളവൊക്കെ ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അപ്പം നീ മേഡത്തിൻ്റെ സൈക്കോളജിയൊക്കെ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുകയല്ലേ എന്ന് മനു അന്നേരം അലീനയോട് ചോദിച്ചു. കുറേ നാളായില്ലേ ഞാനിവിടെ, നിന്റെ ഫോൺ എവിടെ? നീ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ എന്ന് പറയുമ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നോക്കിയപ്പോൾ അത് കാണാനില്ല എന്ന് പറഞ്ഞു അലീന. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. അത് അവന്മാർ നശിപ്പിച്ച് കാണും, അല്ലാണ്ട് എവിടെ പോകാനാണെന്ന് മനു ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീനയുടെ മുഖം അങ്ങ് മാറി. അവന്മാരോ ആരെന്ന് മുത്തശ്ശി ചോദിച്ചു. അന്നേരത്തേക്ക് മനുവിൻ്റെ നേരെ അലീന ഇങ്ങനെ പറയല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുക കേട്ടോ. അപ്പോൾ മനു ഒന്ന് ഞെട്ടി, ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ നോക്കി നിൽക്കുക. ആരുടെ കാര്യമാണ് പറഞ്ഞേ എന്നും ചോദിച്ചു. അപ്പോൾ അലീന പറഞ്ഞതുകൊണ്ട് മുത്തശ്ശി അതിന് അവളോട് ദേഷ്യമുള്ളവരുണ്ടല്ലോ ഇവിടെ, ഞാൻ അവരുടെ കാര്യമാണ് പറഞ്ഞതെന്ന് മനു പറയുക.
പിന്നെ അതായത് നിലവിൽ നിനക്കിപ്പോൾ ഫോണില്ലല്ലേ എന്ന് മനു ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ഫോണുണ്ടല്ലോ മനുക്കുട്ടാ, നീ വാങ്ങിച്ചു തന്നത്, അത് അവളെടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഇവളിവിടെ ഉള്ളപ്പോൾ എനിക്ക് എന്തിനാ ഫോണ് എന്ന് മുത്തശ്ശി ചോദിക്കാം. അന്നേരം അതുപോരെ എന്ന് മനു ചോദിച്ചു. അന്നേരം അയ്യോ അതെടുത്തോ, ആ ശരിയെന്ന് പറഞ്ഞു. അപ്പം ശരിയെന്നാ മുത്തശ്ശി ഞാൻ പോവാ കേട്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മനു പോകാനായിട്ട് ഇറങ്ങണം. അങ്ങനെ മുത്തശ്ശിയുടെ മോളുണ്ടല്ലോ വൈജയന്തി മേഡം, ഇവളെ പറഞ്ഞയക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ആണോ? എപ്പോൾ പിരിച്ചു വിട്ടല്ലോ അടുത്ത സെക്കൻഡിൽ ഞാൻ കാറുമായിട്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ മനു പറയുന്നു. അതൊരടി കിട്ടിയതുപോലെ ആയിപ്പോയി ആൻറ്റിക്ക് എന്നും മനു മുത്തശ്ശിയോട് പറയുവാണ്. ഞാൻ അങ്ങനെ ചെയ്ത എന്നൊരു പേടിയുണ്ട് ഇപ്പോൾ, അതുകൊണ്ട് ഉടനെ പിരിച്ചു വിടലൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും. ധൈര്യമായിട്ടിരുന്നോ കേട്ടോ. അപ്പോൾ എന്നാ സോക്കേടാന്ന് നോക്കണേടാ അവൾക്ക്. അതിന് വേറൊരു പേരുണ്ട് പച്ച മലയാളത്തിൽ, പക്ഷേ എനിക്ക് പറയാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു മനു. അപ്പോൾ കൃമികടിയല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോഴത്തേക്കും മനുവും അലീനയും കൂടെ നിന്ന് ചിരിച്ചു. നമിച്ച് എൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞു മനു ഇങ്ങനെ നിൽക്കുക. അല്ല പിന്നെ ഇതിനൊക്കെ പിന്നെ എന്നാ പറയണ്ടേ എന്ന് പറഞ്ഞു മുത്തശ്ശി അവിടെ കിടക്കും കേട്ടോ. മനു യാത്രയൊക്കെ പറഞ്ഞു അവിടുന്ന് ഇറങ്ങി. മനു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അലീന ഇങ്ങനെ നിൽക്കുകയാണ്. പോയ മനു വീണ്ടും കഥക് തുറന്നു. വരട്ടെ കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി കാണാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അലീനയോടും പോകുമെന്ന് പറഞ്ഞ തലയാട്ടി യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ മനു ഓടുന്ന് അങ്ങ് പോയി. മനു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അലീനയും മുത്തശ്ശിയുടെ മുറിയിൽ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വീണ്ടും വൈജി അവിടെ ഇരുന്ന് അലീനയെ വിളിക്കുക. അപ്പോൾ ഇപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കും. അലീനയെന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് അലീന അകത്തുനിന്ന് വിളിച്ചു. എന്തോ കുറേ പേപ്പറുകളും കാര്യങ്ങളൊക്കെ നോക്കി തല പുകഞ്ഞ് വൈജി ഇരിക്കുന്നു. ഈശ്വര, ബാങ്കിൽ കിടന്ന പണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തേക്കാണല്ലോ എന്നും പറഞ്ഞിങ്ങനെ വൈജ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് കാണിക്കുമ്പം എന്താ മേഡം എന്ന് ചോദിച്ചു. അലീന വന്നു. നീ എവിടെയാ? ഞാനിവിടെ ഉണ്ടല്ലോ മേഡം. അപ്പോൾ അതിനെ ഇങ്ങനെ തുറച്ച് നോക്കുക. ഇത് കണ്ടോ നീ? നിനക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചിലവാക്കിയ എമൗണ്ടിൻ്റെ ബില്ലാ. അപ്പോൾ കുറേ രൂപ പോയല്ലേ എന്ന് അലീന ചോദിച്ചു. ആരുടെ കയ്യിൽ നിന്ന് പോയി? നിനക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ എന്ന് പറയുമ്പം കുറേ രക്തം നഷ്ടപ്പെട്ടു, അതിന് പകരം വേറെ കിട്ടിയില്ലേ, അതിൻ്റെയും ബില്ലുണ്ട് ഇതിലെന്നും പറഞ്ഞുകൊണ്ട് വൈജി ഇങ്ങനെ അലീനയോട് പറയുവാണ്. എല്ലാം കൂടി എത്രയായെന്ന് നിനക്ക് അറിയണ്ടേന്ന് ചോദിച്ചു. അപ്പം മേഡം പറഞ്ഞോളാൻ പറഞ്ഞു. ടോട്ടൽ എല്ലാം കൂടി 1,65,000 രൂപയായെന്ന് പറഞ്ഞു. അപ്പം സാറിൻ്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനേന്ന് അലീന ചോദിക്കാം. ഇത്രയും തുക നീ ശരിക്കും തിരിച്ചു തരേണ്ടതല്ലേ? തരാൻ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നീ ജോലി ചെയ്ത് ഈ കടം തീർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിരിച്ചുവിടാൻ പോവുകയാണെന്ന് പറയുന്നത് കേട്ടല്ലോ, അപ്പോഴെങ്ങനെയാ കടം വീട്ടുന്നേ എന്ന് അലീന ചോദിച്ചപ്പം പുള്ളിക്കാരി ഇങ്ങനെ ആലോചിക്കാം. അതും ശരിയാണല്ലോ, ഒന്നും മേലാത്ത അവസ്ഥയായല്ലോ എന്നും പറഞ്ഞു വൈജ ഇങ്ങനെ ഇരിക്കാം. ഞാൻ നിൽക്കണോ അതോ പോണോ എന്ന് അലീന വൈജയോട് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ എന്ന് വൈജ പറയാം. അല്ല ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചേ, ഇവിടെ കുറച്ചു നേരം നീ നിൽക്ക്, നിനക്ക് പോകാനെന്താ എത്ര ധൃതി എന്ന് അലീനയോട് വൈജ ചോദിക്കാം. അലീന അന്നേരം അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. എന്തായാലും അമ്മയെ കാണാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ, മോൾ അമ്മയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അമ്മ മോളെ നോക്കുന്നില്ലല്ലോ. അങ്ങനെ കണക്കൊക്കെ കൂട്ടി നോക്കുക. ഈ മാസത്തെ ശമ്പളം കുറച്ചിട്ട് നോക്കിയാ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. വൈജി കാണിക്കുന്നൊക്കെ അലീന നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അമ്മയുടെ കാട്ടയൊക്കെ കണ്ട് മകളതെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും അങ്ങനെ അമ്മയെ കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന മകളെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.